മറിയം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്? മറിയം കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഇരുന്നെന്നല്ലേ പറയണത്, അല്ലേ? അടുത്തിരുന്നിട്ടും കാര്യമില്ല. കർത്താവിനോട് പ്രായോഗികമായ സ്നേഹം ഉണ്ടാകണം. പ്രാക്ടിക്കൽ ലവ്. ഈ മാർത്തായ ആ ടൈപ്പാ, പ്രാക്ടിക്കൽ ലവ്. ആശയപരമായ സ്നേഹം ഉണ്ടാകാം, ആത്മബന്ധമുണ്ടാകാം, പക്ഷേ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നമുക്കൊരു വ്യക്തിയോട് സ്നേഹമുണ്ടാകാം, അപ്പനോട് സ്നേഹമുണ്ടാകാം, അമ്മയോട് സ്നേഹമുണ്ടാകാം, പക്ഷേ അവരോട് ചിലപ്പോൾ കരുതൽ കാണത്തില്ല. അപ്പനോട് സ്നേഹമുണ്ടാകാം, അമ്മയോട് സ്നേഹമുണ്ടാകാം. അമ്മ പള്ളിയിൽ നിന്ന് വരുമ്പോൾ പരവേശമായിട്ട് വരികയാണ്, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ. അപ്പം അമ്മയ്ക്കൊരു ഗ്ലാസ് കാപ്പി എടുത്ത് വരുമ്പോൾ തന്നെ കൊടുക്കണമെന്നുള്ളത് കരുതലാ, ഇല്ലേ? അല്ലെങ്കിൽ അമ്മ പോരട്ടെ, എനിക്ക് ചായ ഇട്ട് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയും അമ്മ എവിടെ പോയി കിടക്കണത്, പള്ളിയിൽ പോയാൽ കുർബാന തരാൻ സമയമായില്ല, എനിക്ക് ചായ കിട്ടേണ്ട സമയം കഴിഞ്ഞില്ല, നമ്മൾ സ്വന്തം കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും, സ്വന്തം കാര്യം. ചിലരെന്താണ്, അമ്മ വളരെ വിഷമിച്ച് വരികയായിരിക്കും. നമ്മൾ സ്നേഹിക്കുന്നതും പരിഗണിക്കുന്നതും രണ്ട് സബ്ജക്റ്റാണ്, ലവ് ആൻഡ് കൺസേൺ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ലവ് ആൻഡ് കൺസേൺ. ആശയപരമായിട്ട് സ്നേഹിക്കാം, പക്ഷെ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഗണനയാണ്. ബൈബിളിലെ സ്നേഹം പരിഗണിക്കുന്ന സ്നേഹമാണ്. പരിഗണിക്കുന്ന സ്നേഹത്തിൻ്റെ മാതൃകയാണ് മാർത്ത. കർത്താവിനും വയറുണ്ടെന്നും വിശക്കുമെന്നും നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ആളിന് വചനം വേണം, അതേസമയം തന്നെ കർത്താവിന് ഭയങ്കര ബാലൻസ്ഡ് ലവാണ്. അതും ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് പത്രോസിൻ്റെ റാങ്കാണ് പലപ്പോഴും മാർത്തായിക്കുള്ളത്. ദൈവമായിട്ട് ജീവിക്കാൻ ഭയങ്കര രസമാണ് മക്കളെ, പക്ഷെ കളി അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഡൈനാമിസം അറിയണം ദൈവത്തോട് എങ്ങനെ. മാർത്ത നമുക്ക് നല്ലൊരു മോഡലാണ്. എന്താ ഇങ്ങനെ ചില സമയത്ത് പെട്ടെന്ന് ചില സമയത്ത് മാർത്ത ഇങ്ങനെ സെൻറ്റ് പീറ്ററിനോടും വളരണ കാണാം. നമുക്കൊരു മോഡലാണ് ബൈബിളിലെ. ഈ ദൈവത്തെ വളരണ എങ്ങനെയാണെന്നറിയാവോ? യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഈശോയുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആൾക്കാരുടെ ആധ്യാത്മിക നിലവാരങ്ങളാണ് നമുക്ക് മാതൃകയാകണത്. അതിലൊന്നാമത്തെ ആളാണ് അമ്മ. പിന്നെ വരുമ്പോൾ പല ആൾക്കാരുണ്ട്. അതിലൊരാളാണ് സെൻറ്റ് പീറ്റർ. പക്ഷെ ലേഡീസിൽ വരണത് ആരാ? മാർത്തയാണ് വരുന്നത്. പക്ഷെ മാർത്തനൊക്കെ ഇങ്ങനെ മൂടി വച്ചിരിക്കുകയാണ്. ശരിക്കും വലിയ നിധികളെ ദൈവം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? നിധി കണ്ടെത്തി കഴിഞ്ഞാൽ നീ അതിനെ മൂടി വെക്കുമെന്ന്. സെൻറ്റ് പീറ്റർ മൂടി വെക്കപ്പെട്ടൊരു നിധിയാണ്. വിശുദ്ധ പത്രോസ് മൂടി വെക്കപ്പെട്ടൊരു നിധിയാണ്. തള്ളിപ്പറഞ്ഞ ആരാണെന്ന് ഇപ്പോഴും ചോദിച്ചാൽ എല്ലാവരോടും പറയും പത്രോസാണെന്ന്. കർത്താവ് പറയും ഞാനാണ് അവനെ തള്ളിപ്പറഞ്ഞത് എന്ന് പറയും. എന്താ കാര്യം? നാട്ടുകാരുടെ മുമ്പിൽ കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി വെട്ടിയിട്ടും വാളൊഴിയിടാൻ പറഞ്ഞിട്ടും നിരായുധനായിട്ടും പിന്നെയും കൂടെ പോയില്ലേ, പുറകെ വന്നില്ലേ? പത്രോസല്ലാതെ ആരെങ്ങനെ വരും? അവനാണ് വഴക്ക് കേട്ടത്, അവൻ നിധിയാണ്. പക്ഷെ ദൈവം ഒരിക്കലും അനീതി ചെയ്യത്തില്ല. സമയമായപ്പോൾ അവനെ തന്നെയാണ് അധികാരിയാക്കിയത്. ദൈവമെല്ലാം കാണുന്നുണ്ടെന്ന കാര്യം ദൈവം എന്ത് പറയുന്നു എൻ്റെ അപ്പുറത്താണ് ദൈവത്തിൻ്റെ കാഴ്ച. കൈ ഇടിച്ച് കിടത്താണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ മാർത്ത എന്നാ പറയണത്? ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നു മരിച്ചാലും ജീവിക്കുമെന്ന് പറയുമ്പോഴേ, യോഹന്നാൻ 11:27 പറയുമ്പോൾ മാർത്ത മറുപടി എന്താ പറയണത്? ഉപകർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? ഇതാര് പറഞ്ഞതാണ്? ശരിക്കും
സെന്റ് പീറ്റർ പറഞ്ഞതാണ് അല്ലേ? Whom do you say that I am? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് മത്തായി 16:16 ചോദിക്കുമ്പോൾ യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്, നീ ക്രിസ്തുവാണ്, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണെന്ന് പറയുന്നത് ആരാണ്? പത്രോസാണ് അല്ലേ? അപ്പം അന്ന് പത്രോസിനോട് കർത്താവ് പറയുമേ, സിമിയോൻ ബർജോൻ, ഇറ്റ് ഈസ് നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് യുവർ ഫാദർ റിവീൽസ് യു. നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് മാംസവും രക്തവുമല്ല, മനുഷ്യൻ്റെ കഴിവല്ല, മറിച്ച് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്. യേശു ക്രിസ്തുവാണെന്ന് വെളിപ്പെടുത്തുന്നത് ആരാണ്? പിതാവായ ദൈവമായിരിക്കും. യേശു ക്രിസ്തുവാണെന്ന് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത് പിതാവായ ദൈവമാണെന്നുണ്ടെങ്കിൽ ഈ മാർത്തായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ആരായിരിക്കും? പിതാവായ ദൈവം തന്നെയായിരിക്കും. പിതാവായ ദൈവവും മാർത്തായുമായിട്ട് എങ്ങനെ ഈ ബന്ധം വന്നത്? സ്നേഹിച്ച് ബന്ധപ്പെട്ടതാ. എന്താ കാര്യം? കർത്താവ് പറഞ്ഞിട്ടില്ലേ, എന്നെ സ്നേഹിക്കണവനെ ഞാൻ എന്നെ തന്നെ, നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുകയും, നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും, എന്നെ തന്നെ ഞാനവന് വെളിപ്പെടുത്തും. യോഹന്നാൻ 14:21. അപ്പം എപ്പോഴാണ് വെളിപാടുണ്ടാകണത്? ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്, വാക്കിലും പ്രവൃത്തിയിലും. വാക്കിൽ സ്നേഹിക്കുന്ന ആളാണ് മറിയം, വാക്കിലും പ്രവൃത്തിയിലും സ്നേഹിക്കുന്ന ആളാണ് മാർത്ത. അതുകൊണ്ട് പിതാവായ ദൈവം യേശു ക്രിസ്തുവാണെന്ന്, അതെ കർത്താവ്, കർത്താവേ അങ്ങ് ലോകത്തിലേക്ക് വരായിരുന്നു മിശിഹയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? സെന്റ് പീറ്ററിനെ പോലെ പറഞ്ഞത് ആരാണ്? മാർത്തായാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ജീവിതത്തിൽ മാർത്തായെ പോലെ, ജീവിതത്തിൽ മാർത്തായെ പോലെ വാക്കിലും പ്രവൃത്തിയിലും അങ്ങേ സ്നേഹിച്ച് സുവിശേഷ സാക്ഷിയായി വചന വെളിപാടിന്റെ അഭിഷേകം പ്രാപിക്കാൻ അഭിഷേകം ചെയ്യണമേ. മാർത്ത ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിൽ അത് കേൾക്കുമ്പോൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം, കർത്താവേ വാക്കിലും പ്രവൃത്തിയിലും ഈ ജീവിതത്തിൽ ഒരു ചെവി അങ്ങേക്കും, ഒരു ചെവി ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം കൊടുത്ത് മാർത്തായെപ്പോലെ വാക്കിലും പ്രവൃത്തിയിലും നിന്നെ സ്നേഹിച്ച് നിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, നിൻ്റെ വെളിപാട് കൈക്കൊള്ളുവാൻ, പത്രോസിനോളം ഈശോയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വലിയ നിധികളെ കർത്താവ് മൂടിവെക്കുമെന്ന് പറയും. ദൈവം നിന്നെ നിധിയായി കണ്ടു കഴിഞ്ഞാൽ നീ ദൈവിക ശാസ്ത്രം മേടിക്കാൻ തയ്യാറാകണം. കാര്യമില്ലാതെ ദൈവം ശാസിക്കും. എന്നെയും ശാസിച്ചിട്ടുണ്ട് കുറേ. ഞാൻ ചെയ്യാത്ത തെറ്റിനൊക്കെ കുറേ ശാസ്ത്രം മേടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു അപ്പോഴൊക്കെ. ഇപ്പോഴൊക്കെ മനസ്സിലാവൂ. അതുപോലെ നീ ശാസ്ത്രം മേടിക്കും ദൈവത്തിൽ നിന്ന്, ചെയ്യാത്ത കുറ്റത്തിന്. നിനക്ക് നീതിയായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ദൈവം തരേണ്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ തരാണ്ടിരിക്കിട്ട് നിന്നെ വലിക്കും. അപ്പോൾ ഓർക്കണം, ദൈവതയിലെ എന്നെ നിധിയായി ദൈവം കണ്ടു, മാർത്തായോളം എന്നെ ഉയർത്തി, പത്രോസിനോളം എന്നെ തിരിച്ചറിഞ്ഞ് കർത്താവിനെ മൂടി വെച്ചെന്ന്. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വം കർത്താവേ മഹത്വം കർത്താവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ എന്ന് വിളിക്കട്ടെ.
യേശുവേ 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 എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ മഹത്വം യേശുവേ മഹത്വം യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ 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 കർത്താവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ ദൈവകുമാരനും മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഉയർത്തിയതിന് യേശുനാമത്തിൽ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മെറിൻ രാജു. ഞാൻ വരുന്നത് കോതമംഗലം പുന്നേക്കാട് എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ ഇടവക ഗെറ്റ്സിമോൻ സെൻറ്റ് ജോർജ് സിറിയൻ ജാക്കോബൈറ്റ് ചർച്ചാണ്. ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 27 2022 ആണ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. എൻ്റെ മോളുണ്ടായപ്പോൾ മസിൽ ടോണിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അത് അവൾക്ക് പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. ഞാൻ ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ് അതിനെക്കുറിച്ച്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനൊരു നേഴ്സാണ്. സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ OETയുടെ എക്സാം എഴുതി എൻ്റെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്യുന്ന മെയിൽ വന്നു എനിക്ക് റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ റിസൾട്ട് ഓൾറെഡി വിത്ത്ഹെൽഡായി. കുറേ കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു. അതവർ കുറേ മാൽ പ്രാക്ടീസൊക്കെ നടന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികളുടെ റിസൾട്ട് വിത്ത്ഹെൽഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അവർക്ക് എക്സാം ഫീ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നീട് എക്സാം എഴുതാനുള്ള ഡേറ്റ് അവർ കൊടുക്കാമെന്നാണ് മെയിൽ വന്നത്. അപ്പോൾ അതാ ഞാനിങ്ങനെ അറിഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് വിത്ത്ഹെൽഡായി. ഞാൻ ഒത്തിരി കരഞ്ഞു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എന്താ ഇത്, ഒത്തിരി കഷ്ടപ്പെട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് തന്നെ പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ മെയിൽ റിസൾട്ട് ക്വാളിറ്റി റീഅഷുറൻസിന് വേണ്ടി പോയിരിക്കുകയാണ്, റിസൾട്ട് വരും, മെയിലായിട്ട് ഞങ്ങൾ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഞാൻ ലൈറ്റ് അക്കാൻഡ് പ്രെയർ റിക്വസ്റ്റ് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഒത്തിരി കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 OET റിസൾട്ട് കൂടി വന്നു. എൻ്റെ റിസൾട്ട് വന്നില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൽ അയക്കും. അവർ പറയും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് കുറേ കുട്ടികളുടെ ഇതുപോലെ വിത്ത്ഹെൽഡ് ചെയ്ത കുറേ കുട്ടികളുടെ റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് എനിക്ക് എൻ്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. എനിക്ക് റീഡിങ് സ്കോർ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്ലബിംഗ് സ്കോർ വെച്ച് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം OETയുടെ റിസൾട്ട് വന്ന് അത് CGFNS എന്ന് പറഞ്ഞ പ്രോസസ്സിങ്ങിന് അവസാനം OETയുടെ മാർക്ക് ലിസ്റ്റ് അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ അതും ഡിലേ ആവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ നിന്നെ സമർപ്പിച്ച് ഞാൻ തുടങ്ങിയ പ്രോസസ്സാണ്, എനിക്കിത് എത്രയും പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അമ്മേ ഇന്ന് എനിക്ക് റിസൾട്ട് തരണം എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മെയിൽ വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് റിസൾട്ട് ഓപ്പൺ ചെയ്തു. എനിക്ക് നല്ല മാർക്കോടുകൂടി അമ്മ എന്നെ OET പാസ്സാക്കി. പിന്നെ ഞാൻ 2 മാസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ റിസൾട്ട് വന്നത്. മാതാവ് എന്നെ വിജയിപ്പിച്ചു. പിന്നീട് ഞാൻ ന്യൂസിലൻഡിൻ്റെ അത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയി. ന്യൂസിലൻഡിൻ്റെ വിസയുടെ ടൈം ആയപ്പോൾ എനിക്ക് ഡിസംബറിൽ ക്രിസ്മസ് ന്യൂ ഇയർ അവിടെ വെക്കേഷൻ്റെ ടൈമായിരുന്നു. അപ്പോൾ എല്ലാം റെഡിയായി. അവസാനം വിസ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. വിസ വന്നാലാണ് നമുക്ക് അവിടെ ക്യാപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണം, അതിന് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഏജൻസി വിളിച്ചു വെച്ചപ്പോൾ ഏജൻസി പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നീ ഏജൻസിയിലൊന്ന് അത് ചെയ്യുന്ന ആളോടൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ ഉറപ്പൊന്നും പറയില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു, എല്ലാ ഡോക്യുമെൻറ്റ്സും അയച്ചു കൊടുത്തു. അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നുമില്ല. അപ്പം എനിക്ക് ഉറപ്പായി ന്യൂ ഇയർ വെക്കേഷൻ, ക്രിസ്മസ് ഇത് ടൈമൊക്കെ വെക്കേഷൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെയാണ് എന്തായാലും വിസയുടെ പ്രോസസ്സ് നടക്കുള്ളൂ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ വിസയുടെ കാര്യത്തിലൊരു ന്യൂസ് നീ എനിക്ക് തരണം എന്ന് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 26-ാം തീയതി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കാറിൽ നിന്ന് എൻ്റെ അവിടുത്തെ മേഡം വിളിക്കുകയാണ്, മെറിൻ നിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി അങ്ങനെ കുറച്ച് ഇതുകൂടി എനിക്ക് അയച്ചു തരണം, വിസയ്ക്ക് പ്രോസസ്സിങ്ങിന് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു മാതാവിനോട്. അതിൻ്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് അവർ പറയുകയാണ്, എല്ലാ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി വിസയുടെ പേയ്മെൻറ്റ് ചെയ്യണം, ക്രെഡിറ്റ് കാർഡ് റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വെക്കേഷൻ ടൈമിൽ എൻ്റെ വിസയുടെ പേയ്മെൻറ്റ് നടന്നു. വെക്കേഷൻ കഴിഞ്ഞ് അവർ ജോയിൻ ചെയ്ത് 2-ാം ദിവസം എൻ്റെ ന്യൂസിലൻഡിന് പോകാനുള്ള വിസ അടിച്ചു. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോയി. ന്യൂസിലൻഡിൽ പോകാനായിട്ട് എനിക്കൊരു അക്കോമഡേഷൻ ശരിയാവുന്നില്ലായിരുന്നു അവിടെ നിൽക്കാൻ. അതും ഞാൻ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു അക്കോമഡേഷൻ തരണം. അങ്ങനെ ഹസ്ബൻഡ് ഒരാളായിട്ട് കോൺടാക്ട് ചെയ്ത് അവിടെ ഒരു ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്ത് എനിക്ക് നല്ലൊരു ഫാമിലിയെ അക്കോമഡേഷൻ കിട്ടി. അവിടെ ഒരു ഫാമിലിയിൽ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ആ വീട്ടിൽ കാണുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും രൂപമാണ് അവിടെ കൊന്തയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഒരു അവരുടെ ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെ ക്യാപ്പ് കഴിഞ്ഞു. എനിക്ക് അങ്ങനെ 6 മാസം അവിടെ നിന്നു. ന്യൂസിലൻഡിൽ ജോലി കിട്ടാൻ ഭയങ്കര ടൈറ്റാണ്, ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞാൻ കരഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അപ്പോൾ മാതാവ് എനിക്ക് അങ്ങനെ എനിക്ക് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ജൂലൈ. അപ്പം ഞാനിങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഒരു ജോലി തരാൻ കേട്ടോ അമ്മ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ന്യൂസിലൻഡിൽ നിന്നൊരു ഇൻ്റർവ്യൂ കോഡ് വന്നു. അത് അറ്റൻഡ് ചെയ്തു ഞാൻ. പക്ഷേ മെയിൽ അത് സ്പാമിലായിരുന്നു. മെയിൽ കാണുന്നത് പിന്നീടാണ്. അപ്പോൾ ആ ഡേറ്റിൽ തന്നെ എനിക്ക് അന്ന് തന്നെ അവർ രാവിലെ ഇൻ്റർവ്യൂ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പ്രിപ്പയറായി. ഓൾറെഡി നമ്മൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്, പ്രിപ്പയറൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ അവരൊരു 3-4 പേരുണ്ടായിരുന്നു. ഒരു ബുക്ക്ലെറ്റായിട്ടാണ് അവരിരുന്നത്. എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നല്ല രീതിയിൽ തന്നെ ഞാൻ പെർഫോം ചെയ്തു. അവരൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഓൾറെഡി അവരിപ്പോൾ സ്പോൺസർഷിപ്പ് വിസ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റില്ല, ഓൾറെഡി അവിടെ PR ഉള്ള ഒരാളെ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ എനിക്ക് തന്ന ജോലിയാണല്ലോ, എന്തായാലും ഇതിലും നല്ലത് എനിക്ക് നീ തരുമെന്നറിയാം, ഞാൻ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മെയിൽ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ സ്പാമിൽ എനിക്കൊരു മെയിൽ വന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ടോട്ടൽ 5 പേരുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവരുടെ ഇംഗ്ലീഷൊക്കെ എനിക്ക് മനസ്സിലാവുമോ എന്നൊക്കെ. പക്ഷെ ഞാൻ നല്ല രീതിയിൽ തന്നെ എനിക്ക് അവർ ചോദിച്ചതെല്ലാം മനസ്സിലായി. ഞാൻ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. അവർ നന്നായിട്ട് ഗുഡായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നേരത്ത് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ മാതാവിൻ്റെ തൈലം പൂശി, തൈലം കൊണ്ട് കുരിശ് വരച്ച് 2 മെഴുകുതിരിയും കത്തിച്ച് വെച്ച്, നീല മെഴുകുതിരിയും പച്ച മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഉപ്പ് വിതറിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ മെയിൽ വന്നു, ഇൻ്റർവ്യൂ സെലക്ട് ആയെന്ന് പറഞ്ഞ്. ഞാൻ വളരെ ഹാപ്പിയായി. നാട്ടിയിട്ട് പോരുമ്പോൾ അപ്പം ഞാൻ എൻ്റെ വിസ തീരാതെ ഞാൻ നാട്ടിലേക്ക് പോരുവാണ്. ജോലിയായിട്ട് പോരാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരനക്കവും ഇല്ല. അപ്പോൾ എന്നും ഇങ്ങനെ മാതാവിനോട് പറയും, അമ്മേ മാതാവേ, നീ തന്ന ജോലിയാണല്ലോ, എന്താ ഇങ്ങനെ ഒരനക്കം അവർ പറയാം. പിന്നെ അവരുടെ കോൺടാക്ട് നമ്പറിലെല്ലാം വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ എന്തായാലും ഇപ്പം ഇവിടെ അവളെ ആവശ്യമില്ല, ഞങ്ങൾ HR ആയിട്ട് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിൽ ജോലിക്ക് കയറി. കുറച്ച് കഴിഞ്ഞ് അപ്പം എന്നും മിക്കപ്പോഴും എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാൻ ഓഫുള്ളപ്പോഴൊക്കെ ഞാൻ നൈറ്റ് ഓഫിൻ്റെ സമയത്തൊക്കെ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് പോരും ഡ്യൂട്ടി കഴിഞ്ഞ്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും, എൻ്റെ സങ്കടങ്ങൾ പറയും. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ, നിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ, നീ എനിക്ക് തന്ന ജോലി അത്, പക്ഷെ നീ ആയിട്ട് ഇതിൻ്റെ ഒരു അനക്കവും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നാട്ടുകാരുടെ ചോദ്യങ്ങൾ, വീട്ടുകാരുടെ ഒത്തിരി കളിയാക്കലുകൾ, അതായത് എൻ്റെ ഏജൻസി പറ്റിച്ചു, എന്നെ ജോലി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു, ജോലി അല്ലാതെ കൊടുക്കാതെ പറ്റിച്ചു, നാട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പരിഹാസങ്ങൾ ഞാൻ അനുഭവിച്ചു. ലാസ്റ്റ് ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരെയായി.
അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഹസ്ബൻഡിന് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് അവിടുത്തെ വേറൊരു പോസ്റ്റിനിടയിൽ അവിടുത്തെ നേഴ്സിംഗ് ഡയറക്ടറുടെ മെയിൽ ഐ ഡി കിട്ടി. എന്തോ ഹസ്ബൻഡിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച് അവർക്കൊരു മെയിൽ അയക്കാൻ. അങ്ങനെ മാതാവ് തോന്നിപ്പിച്ചതാണ്, ഉറപ്പാണ്. അങ്ങനെ മെയിൽ അയച്ചപ്പോൾ ആ മാഡം അതിനു മുമ്പേ മാനേജർ ഞങ്ങൾക്ക് ഒരു റിപ്ലൈ തന്നായിരുന്നു, പിന്നെ എനക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ നേഴ്സിംഗ് ഡയറക്ടർ ഞങ്ങൾക്ക് അപ്പോളജൈസ് ചെയ്ത് മെയിൽ അയച്ചു. സോറി, ഞാൻ HR ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം, കാരണം 1 വർഷം ആവാറായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട്. അങ്ങനെ ആ മാഡം HR ആയിട്ട് കോൺടാക്റ്റ് ചെയ്ത് എൻ്റെ പേപ്പർ വർക്കുകൾ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് മൊത്തം മാതാവിന് വിട്ടുകൊടുത്തു. എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും വചനം പറഞ്ഞ് കൊന്തു ചെല്ലുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ അവസാനം എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് മെയിൽ വരികയാണ് രാവിലെ, നിൻ്റെ വിസ നോമിനേഷൻ സ്പോൺസർഷിപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, നിൻ്റെ വിസ നോമിനേഷന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിസ നോമിനേഷന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുത്തു. അവർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മൊത്തത്തിൽ ഫാമിലിക്ക് മൊത്തത്തിൽ അവർ വിസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് തന്നെ ഒരു 4-5 ലക്ഷം രൂപയോളം ചിലവ് വേണം. അപ്പോൾ ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ മാതാവ് ഇത് നോക്കിക്കൊള്ളാം. പക്ഷെ ഓരോ പൈസയുടെ കാര്യങ്ങൾ വരുമ്പോഴും നമ്മളോട് ഓരോരുത്തർ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമില്ലേ, തരാം എന്നും പറഞ്ഞ് അതുപോലെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ എൻ്റെ വിസ അടിച്ചു കഴിഞ്ഞിട്ടും ഒരു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ വിസയുടെ നമ്മൾ കോപ്പി അയച്ചിട്ട് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഒരു ജോയിനിങ് ഡേറ്റ് തരാമോ, വിസ അടിച്ചപ്പോൾ എന്നാണ് ജോയിനിങ് ഡേറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് റിപ്ലൈ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഇതുപോലെ പിന്നെ എനിക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് കുർബാനയുള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ജോലി ഞാൻ നിർത്തിയായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തുള്ളൊരു കത്തോലിക്ക പള്ളിയിൽ ഡെയിലി വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയുണ്ട്. ഞാൻ രാവിലെ എന്നും ആ മാതാവിൻ്റെ മുമ്പിൽ പോയി നിന്ന് കരഞ്ഞിട്ട് കുർബാനയ്ക്ക് കയറി പോവുള്ളൂ. അപ്പോൾ 2 ദിവസം ഞാൻ മെയിലെടുത്തിട്ട് ആ മാതാവിൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഇതിൻ്റെ കൃപാസനം മാതാവ് തന്നെയാണ്, അമ്മ മാതാവ് ഇതിൻ്റെ കൂടെ ഈ മെയിലിൻ്റെ കൂടെ സഞ്ചരിച്ചോളണം, ഞാൻ ഈ നടക്കി നിന്ന് മെയിൽ അയക്കുന്നത്, ഈ മെയിലിൻ്റെ കൂടെ പൊക്കോളണം എന്ന് പറഞ്ഞു. അപ്പോൾ തിങ്കളാഴ്ച മെയിൽ അയച്ചു. അവർ പറഞ്ഞു ഞാൻ എൻ്റെ മെയിൽ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു അവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസർ. നെക്സ്റ്റ് ഡേ മെയിൽ അയച്ചപ്പോൾ ഒരനക്കവും ഇല്ല. അപ്പോൾ അന്ന് സാധാരണ ഓസ്ട്രേലിയയിൽ നിന്ന് മെയിൽ വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 7:30 കൂടിപ്പോയി 8 മണി രാവിലത്തെ. അത് കഴിയുമ്പോൾ അവിടുത്തെ ഓഫീസ് ടൈം തീരും. പിന്നെ നമ്മൾ മെയിലൊന്നും പ്രതീക്ഷിക്കേണ്ട, അവർ ഓഫീസ് ടൈം കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യില്ല, വീക്കെൻഡിനും വർക്ക് ചെയ്യില്ല. അപ്പോൾ അന്ന് അച്ഛൻ്റെ ചൊവ്വാഴ്ച ധ്യാനമുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് വീട്ടിൽ വന്നിട്ട് ഡെയിലി ബ്രെഡ് കൂടിയിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഇന്നൊരു റിപ്ലൈ കിട്ടണം, അച്ഛൻ്റെ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു പോസിറ്റീവ് ന്യൂസ് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 10 മണി വരെ നോക്കി അനക്കൊന്നുമില്ല. അപ്പം ഞാൻ വേറെ പണികളിലൊക്കെ ആയിട്ട് ഇതായിപ്പോയി. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് 11 മണിക്ക് എൻ്റെ ഫോണിലൊരു മെയിൽ വന്നിരിക്കുകയാണ്. അവിടുത്തെ നേഴ്സിംഗ് ഡയറക്ടർ എനിക്ക് മെയിൽ അയച്ചേക്കുവാണ്. അതായത് അവിടുത്തെ സമയം ഒരു 5 മണിയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അവിടെ ആരും വർക്ക് ചെയ്യില്ല. എൻ്റെ ഈശോ പോയി അമ്മയാണ് എനിക്ക് ആ മെയിൽ അയച്ചത്, എനിക്ക് ഉറപ്പാണ്. എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, നിൻ്റെ ഓഫർ ലെറ്റർ ഞങ്ങൾ അയച്ചിട്ടുണ്ട്, നീ അത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾക്കത് അയക്കാൻ പറഞ്ഞ് ഞാനപ്പോൾ ജൂൺ 26 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ സാക്ഷ്യം എപ്പോഴും സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കൊച്ച് UK ജോലി ശരിയാവാത്തതിൻ്റെ കാര്യത്തിന് ഇങ്ങനെ സാക്ഷ്യം പറയാനും കേട്ടു. അമ്മയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അമ്മയുടെ ഈ രൂപത്തിൽ നോക്കിയിട്ട് അമ്മേ, എനിക്ക് അമ്മയുടെ ആൾക്കാരെ കയറി നിന്ന് സാക്ഷ്യം പറയണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാനും പ്രാർത്ഥിച്ചു ഫോട്ടോയിൽ നോക്കിയിട്ട്, അമ്മേ മാതാവേ, എനിക്ക് ഈ മാതാവിൻ്റെ മണക്ക മാസത്തിൽ ഈ മാസം അമ്മയുടെ ആൾക്കാരെ കയറി നിന്ന് എനിക്ക് സാക്ഷ്യം പറയണം എന്നും പറഞ്ഞ് ഞാൻ ജൂൺ 26 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ വരുന്നത്. ഓഫർ ലെറ്റർ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് 26 അതായത് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് 1 മാസം മുമ്പേ എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്ന് അനുഗ്രഹിച്ചു. ഞാൻ ഈ 19-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. എനിക്ക് ഫാമിലി വിസയാണ്, എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ 2 കുട്ടികൾക്കും എനിക്കും ആ വിസയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എൻ്റെ മാതാവ് തന്നതാണിത്, നോട്ട് ബൈ മെറിറ്റ്. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് കിട്ടിയത്. പൂർണ്ണമായി അമ്മയുടെ കൃപ കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച ഞങ്ങൾ മലയാറ്റൂർ പള്ളിയിൽ പോയി. മലയാറ്റൂർ പള്ളിയിൽ പോയപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ
പാർക്ക് ലൈറ്റ് ഓണായിരുന്നു. അപ്പം മല കയറി കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലിയാണ് കയറിയത്. തിരിച്ചു വന്നപ്പോൾ വണ്ടി ഓണാവുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര തിരക്കാണ്, നല്ല മഴയാണ്. അപ്പോൾ അന്ന് വർക്ക്ഷോപ്പുകളൊന്നുമില്ല. മാതാവിൻ്റെ എന്ത് ചെയ്യണമെന്നറിയില്ല. എൻ്റെ കുഞ്ഞിക്കുട്ടി 3.5 വയസ്സുള്ള മോൾ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ അന്നൊരു വർക്ക്ഷോപ്പില്ല, ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കൊന്തയെടുത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടായിരുന്നു താമസിച്ചപ്പോൾ. അച്ഛൻ എന്നോട് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പേപ്പർ അമ്മയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. എനിക്കൊരു കാശുരൂപം തന്നായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ കാശുരൂപവും ഉടമ്പടി കാശുരൂപം എൻ്റെ കൊന്തയിലുണ്ട്. ആ കൊന്ത എടുത്ത് ഞാൻ കൊന്ത ചൊല്ലാനായിട്ട് തുടങ്ങി. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മെറിനെ കൊന്ത ചൊല്ലിയോണ്ടൊന്നും പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ബാറ്ററി ഫുൾ ഇത് വണ്ടിയുടെ ഇത് ഇറങ്ങിപ്പോയതാ, പ്രാർത്ഥനയും കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നണില്ല, ഇന്ന് വർക്ക്ഷോപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് നിന്ന് അവരെല്ലാവരും ചേട്ടന്മാരൊക്കെ പറഞ്ഞു, വണ്ടി ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ, ഇപ്പം നാളെ വന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ച് മാതാവിൽ വിശ്വസിച്ച് ഞാൻ കരഞ്ഞുകൊണ്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ 3.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾക്കൊരു ബസ് പോലും ഇല്ല രാത്രി അങ്ങോട്ട് പോകാനായിട്ട്, നീ ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു ചേട്ടൻ അവിടേക്ക് വന്നു. ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ അറിയുന്ന ഒരാളെ വിളിച്ചു. ആ ആൾ വേറൊരാളെ വിളിച്ച് വർക്ക്ഷോപ്പിൽ ഒരാൾ ഞങ്ങൾക്ക് വന്ന് എൻ്റെ ആ കൊന്ത, ഞാൻ ഇങ്ങനെ പറഞ്ഞു, അമ്മ ഈ കൊന്ത ചൊല്ലി തീരുന്നതിന് മുമ്പ് എൻ്റെ വണ്ടി ശരിയാക്കി കിട്ടി ഞങ്ങളെ വിടണം. എൻ്റെ ലാസ്റ്റത്തെ രഹസ്യം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആൾ വന്ന് ഞങ്ങളുടെ വണ്ടി ശരിയായി ഞങ്ങൾക്ക് പോരാൻ പറ്റി. അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി ഇതുപോലെ ന്യൂസിലൻഡിൽ ജോലിയില്ലാതെ എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് തന്നെ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എനിക്ക് ജോലി കിട്ടുന്ന പ്രാർത്ഥിക്കുന്ന അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി. അങ്ങനെ അവൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി കിട്ടി. അവൾ ഓൾറെഡി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. പിന്നെ വേറൊരു ചേച്ചിയുടെ OETയുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ചേച്ചി OET പാസ്സായി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവളിപ്പോൾ ക്യാരിയിങ് ആണ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഭയങ്കര ഞെരുക്കങ്ങളിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ശരിയായപ്പോഴാണെങ്കിലും പോകുന്നതിനൊക്കെ ഒത്തിരി പൈസ വേണം. അപ്പോൾ ഓരോരുത്തരും നമ്മളോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പൈസ ശരിയായോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി സഹായമാണ് അമ്മ. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ ജപമാല ചൊല്ലും. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും. കൊന്ത ചൊല്ലും. പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, കുമ്പസാരിക്കും. അതുപോലെ ഞാൻ നേരത്തെ സൗദിയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല സാലറി കിട്ടുമായിരുന്നു. എന്നാൽ ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് ദശാംശം കൊടുക്കും അങ്ങനെയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. എന്നെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുന്ന ഒരു ടീച്ചറാണ്, സെലിൻ എന്നാണ് ടീച്ചറിൻ്റെ പേര്. മേരി മക്കൾ എന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഇതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാൻ, പിന്നെ അതുപോലെ തന്നെ ഒരു 2 ഓട്ടിസം ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ഫാമിലിയിൽ, ആ ഫാമിലിക്ക് വീട് വെച്ച് കൊടുത്തായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്ന് അത് വെഞ്ചരിച്ച് അതിൻ്റെ താക്കോൽ അവർക്ക് കൊടുത്തു. അങ്ങനെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അതിനൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന വഴി സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കാറുണ്ട്. പിന്നെ കറക്റ്റായിട്ട് നാട്ടിൽ ജോലിക്ക് കയറിയ പിന്നെ ഞാൻ ദശാംശം കൊടുക്കുമായിരുന്നു. അത് വളരെ ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും കറക്റ്റായിട്ട് ഞാൻ ദശാംശം കൊടുക്കുന്നതോടെ എനിക്ക് ഉറപ്പായി നമുക്ക് ഇരട്ടിയായി മാതാവ് തരും. നമുക്കൊന്നിനും ഒരു കുറവ് വരത്തില്ല. എത്ര രൂപ സാലറി കിട്ടണം, എത്ര രൂപ നിങ്ങളുടെ കിട്ടണം, അതിൻ്റെ ദശാംശം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. നമുക്കതിൻ്റെ ഇരട്ടി മാതാവ് തരും. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഇതുപോലെ വേറൊരു ഗ്രൂപ്പുണ്ട്, നന്മ ചെയ്യാനായിട്ടൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചേച്ചി ചെയ്യുന്നതാണ്. അതിലും ഇതുപോലെ അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് പ്രാർത്ഥനാ ജീവിതമാണ്. ഞാനൊരു യാക്കോബായ വിശ്വാസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൊന്തയൊന്നുമില്ല. പക്ഷെ ഞാൻ നേഴ്സിംഗ് പഠിക്കുന്ന സമയം തൊട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ കാത്തലിക് ഇതിൽ നിന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊന്ത ചൊല്ലുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എനിക്ക് ഭയങ്കര ആശ്വാസം. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഈ സമയങ്ങളിൽ ജോലിയുടെ സമയങ്ങളിലൊക്കെ വിഷമിക്കുമ്പോൾ അച്ഛൻ ആ സമയങ്ങളിൽ വരുന്ന ഡെയിലി ബ്രെഡ് മൊത്തം അച്ഛൻ പറയുന്നത് താമസിക്കുന്നതോറും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് താമസിക്കുന്നതിൻ്റെ ഒരിതാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ താമസിക്കുന്നതോറും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് താമസം വന്നാലും, എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇപ്പം ശരിയായത്. എനിക്ക് ന്യൂസിലൻഡിൽ ജോലി കിട്ടിയത് എൻ്റെ അമ്മ പ്രിപ്പയർ ചെയ്യായിരുന്നു. കാരണം അവരുടെ കയ്യിലൊരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു. അത്രയും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചതിന് ശേഷം
അതിന് ഞാൻ നന്നായി പെർഫോം ചെയ്ത് എനിക്ക് എന്താണ് ഇൻ്റർവ്യൂ എന്നൊരു മോഡൽ എനിക്ക് അമ്മ കാണിച്ചു തന്നു. അതിനുശേഷമാണ് എനിക്ക് ഓസ്ട്രേലിയയുടെ ഇൻ്റർവ്യൂ വന്നത്. അത് ന്യൂസിലൻഡിൽ എനിക്ക് വന്ന ഇൻ്റർവ്യൂ പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഓസ്ട്രേലിയയിൽ എനിക്ക് ന്യൂ സൗത്ത് വെയിൽസിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ എനിക്ക് അമ്മ ജോലി തന്ന്, അവിടുത്തെ ഗവൺമെൻറ്റിൽ എനിക്ക് ജോലി തന്ന് സഹായിച്ചു. അപ്പോൾ ഒന്ന് നഷ്ടപ്പെടുത്തിയെങ്കിലും അമ്മ എനിക്ക് ഏറ്റവും നല്ലതിനെ താമസിച്ചെങ്കിലും പരിശുദ്ധ അമ്മ ഈശോ എനിക്ക് ഏറ്റവും നല്ലതിനെയാണ് തന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു.